അല്പസമയം മുമ്പാണ് AKG ഭവനിൽ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. AKG ഭവനിന്റെ മുറ്റത്ത് ഒരുക്കിയിട്ടുള്ള പ്രത്യേക പീഠത്തിൽ ഇപ്പോൾ മൃതദേഹം വെച്ചിട്ടുണ്ട്. പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ എല്ലാവരും തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ സീമ ചിസ്റ്റിയും ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. മകൾ എത്തിയിട്ടുണ്ട്, മകനുമുണ്ട്. അല്പസമയത്തിനകം തന്നെ അന്ത്യോപചാര ചടങ്ങുകൾ ആരംഭിക്കും. പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട്. കേരളത്തിൽ നിന്നും മന്ത്രിമാരായ രാജീവ്, മുഹമ്മദ് റിയാസ്, അതോടൊപ്പം MP രാജേഷ്, T വാസവൻ തുടങ്ങിയവരൊക്കെ തന്നെ ഇവിടെ സന്നിഹിതരാണ്. പാർട്ടി വനിതാ നേതാക്കളായ PK ശ്രീമതി, KK ശൈലജ തുടങ്ങിയവരും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണ്. ഇരുവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ മൃതദേഹത്തിൽ ചുവപ്പ് പതാക പുതയ്ക്കുന്ന ചടങ്ങിലേക്ക് എത്തുകയാണ്. പ്രകാശ് കാരാട്ട്, മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതോടൊപ്പം തന്നെ തപൻ സിൻഹ, വിജയരാഘവൻ, MA ബേബി തുടങ്ങിയ വൃന്ദ കാരാട്ട് തുടങ്ങിയ പാർട്ടി നേതാക്കൾ എല്ലാവരും തന്നെ ഇപ്പോൾ പാർട്ടിയിൽ ചുവപ്പ് പതാക പുതയ്ക്കുകയാണ്. പാർട്ടിയെ ദീർഘകാലം നയിച്ച നേതാവിന് അന്ത്യ അഭിവാദ്യങ്ങൾ നൽകുകയാണ് നേതാക്കൾ. ഇവിടെ നിന്നും 3 മണിയോടുകൂടി പാർട്ടിയുടെ ആദ്യത്തെ കേന്ദ്ര കമ്മിറ്റി, ഡൽഹിയിലെ ആദ്യത്തെ കേന്ദ്ര കമ്മിറ്റി ഓഫീസായ 14 അശോക റോഡിലേക്ക് കൊണ്ടുപോകും. അവിടെ നിന്നും എയിംസിന് മൃതദേഹം വിട്ടുകൊടുക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ പാർട്ടിയിൽ പതാക പുതയ്ക്കുന്ന ചടങ്ങ് അവസാനിച്ചിരിക്കുന്നു. പാർട്ടി നേതാക്കൾക്കും പ്രവർത്തകർക്കും മറ്റുള്ളവർക്കും ഒക്കെ തന്നെ ഈ മൃതദേഹത്തിൽ അന്ത്യാഭിവാദ്യം അർപ്പിക്കാനുള്ള അവസരമാണ്. ഇനി അങ്ങോട്ട് 3 മണിക്കൂറോളം ഇവിടെ തന്നെ പാർട്ടി ഓഫീസിൽ തന്നെ മൃതദേഹം ഉണ്ടാകും. ഇവിടെ നിന്നും പദയാത്രയായി കൊണ്ടുപോകാനാണ് ഇപ്പോൾ പാർട്ടി നേതാക്കൾ തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ ഡൽഹിയിലെ പ്രതികൂല കാലാവസ്ഥ കൂടി കണക്കിലെടുത്ത ശേഷമായിരിക്കും അക്കാര്യത്തിൽ അന്തിമ തീരുമാനമെന്നാണ് നേരത്തെ പ്രകാശ് കാരാട്ട് നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ഏതായാലും ഇപ്പോൾ പാർട്ടി ഓഫീസിൽ എത്തിച്ചിരിക്കുന്നു. സീതാറാം യെച്ചൂരിക്ക് അവസാന അന്ത്യ അഭിവാദ്യം നൽകുന്നതിന് പാർട്ടി നേതാക്കൾ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തോടൊപ്പം ദീർഘകാലം AKG ഭവനിൽ പ്രവർത്തിച്ച നേതാക്കൾ, അതോടൊപ്പം തന്നെ AKG ഭവനിലെ ജീവനക്കാരൊക്കെ തന്നെ നിറ കണ്ണുകളോടെയാണ് ഇവിടെ സന്നിഹിതരായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വളരെ ചിരിക്കുന്ന മുഖവുമായി അദ്ദേഹത്തെ എന്നും രാവിലെ കണ്ടിരുന്നവരാണ് ഇപ്പോൾ ഇവിടെ അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. MA ബേബി, വിജയരാഘവൻ തുടങ്ങിയ കേരളത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാക്കളെ നമുക്ക് കാണാം. ഡൽഹി AKG ഭവനിൽ നിന്ന് യെച്ചൂരിക്ക് അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിലെ തത്സമയം പ്രേക്ഷകർ കാണുന്നത്.